നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ കൃഷിസ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇത് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടർ ചെറിയ തകരാറായി. പറമ്പ് നനയ്ക്കാനുള്ള 5 HP ഒരു മോട്ടറുണ്ട്. ആ മോട്ടറിൽ കുറച്ച് കാലമായി ബെയറിംഗ് തകരാറായി ഓടുന്നുണ്ട്, നല്ല ശബ്ദത്തോടു കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈയിടെ അതിൻ്റെ ഫുട് വാൽവ് കുറച്ച് തകരാറായി, വെള്ളം ഒഴിച്ചാൽ നിൽക്കാതെയായി. അപ്പോൾ ഫുട് വാൽവ് മാറ്റാൻ വേണ്ടി 1-2 പ്രാവശ്യം ഹോസ് കയറ്റിലും ഇറക്കലൊക്കെ ആയപ്പോൾ അതിൻ്റെ ഹോസും ലീക്കായി. സക്ഷൻ ഹോസ്, വെള്ളം വലിക്കുന്ന കിണറ്റിലേക്കുള്ള 2 ഇഞ്ചിൻ്റെ ഹോസാണ് അത്. 2 ഇഞ്ച് സൈസുള്ള PVC ഹോസാണ്. അപ്പോൾ ഹോസും ലീക്ക് വന്നപ്പോൾ പിന്നെ വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ എന്തായാലും അഴിക്കേണ്ടി വന്നു. അപ്പോൾ ഹോസ് റിപ്പയർ ചെയ്യാൻ വേണ്ടി അഴിച്ചപ്പോൾ അതോടുകൂടി പമ്പിൻ്റെ ബെയറിങ് മാറ്റാമെന്ന് പറഞ്ഞ് പമ്പ് എല്ലാം അഴിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പുറകിൽ കാണുന്ന ഇവിടെ ഒരു കായൽ പോലെ കാണുന്ന ഒരു കുളമാണ്. ഇത് പഞ്ചായത്തിൻ്റെ കുളമാണ്. ഇത് 8 ഏക്കർ ഏരിയ വരുന്നതാണ് ഈ കുളം. ഈ കുളം ഇപ്പോൾ വെള്ളം ഫുള്ളായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃഷിക്ക് അധികം ബുദ്ധിമുട്ട് വെള്ളത്തിന് വരാറില്ല. ഇത് അപൂർവമായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ വെള്ളം ഫുള്ളാണ്, ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാമിലത്തെ വെള്ളം, കനാൽ വെള്ളമൊക്കെ വരുമ്പോൾ ഇത് നിറഞ്ഞു നിൽക്കുന്ന കണ്ടീഷനാണ് ഇത്. അതോട് ചേർന്ന് നമ്മുടെ ഭാഗത്തും ചെറിയ കുളം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിന് അധികം ബുദ്ധിമുട്ട് ഇവിടെ വരുന്നില്ല. കടുമാനലിൽ ഈ കുളത്തിലെ വെള്ളം വറ്റുമ്പോൾ മാത്രമേ നമുക്ക്, പിന്നെ ബോർവെല്ല്, ഓപ്പൺ വെല്ലൊക്കെ അവിടെ കൃഷി സ്ഥലത്ത് വേറെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ വരാറില്ല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണാം. മോട്ടർ ഷെഡിലേക്ക് ഇനി പോകാം. നമ്മൾ ഈ മോട്ടറിൻ്റെ റോട്ടറാണ് ഈ അഴിച്ചു കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബെയറിംഗ് മാറ്റാൻ വേണ്ടിയാണിത്. അപ്പോൾ ഇതിൽ 2 ബെയറിംഗ് ആണ് വരുന്നത്. ഇവിടെ താഴെ ഇതിനകത്തൊരു ബെയറിംഗ് ഉണ്ട്, ഇവിടെയുണ്ട് ഒരു ബെയറിംഗ്. അത് ബാക്കിലെ ബെയറിംഗ്, ഇത് ഫ്രണ്ടിലെയാണ് ഇത് വരുന്നത്. ഈ ബെയറിങ്ങിനാണ് ഇപ്പോൾ പ്രശ്നം കാണുന്നത് നോക്കുമ്പോൾ. അപ്പോൾ ഈ ബെയറിംഗ് നമുക്ക് മാറ്റി പുതിയ ബെയറിംഗ് വെക്കണം. മറ്റേത് അത്ര പ്രശ്നമില്ല, സ്മൂത്താണ് അത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ ലോഡ് എപ്പോഴും ഫ്രണ്ടിൽ ബെയറിങ്ങിനാണ് ലോഡ് കൂടുതൽ വരും. ഇമ്പല്ലറൊക്കെ വരുന്ന ഈ സൈഡാണ്. അപ്പോൾ ഈ ബെയറിങ് മാറ്റാം. ബാക്കിലെ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്കത് മാറ്റാം. അതിന് നമുക്ക് സാധാരണ നമ്മൾ തട്ടിയൊക്കെ അഴിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അത് അത്ര എളുപ്പമല്ല. ഡാമേജ് വരാനൊക്കെ സാധ്യതയുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് തട്ടി അഴിക്കില്ല. ഇത് നല്ലപോലെ ടൈറ്റ് ഉണ്ടാവും. വലിയ ബെയറിംഗ് ആണ്. 6306 എന്നുള്ള മോഡലാണ് SKF-ൻ്റെ. ഇത് പുതിയ ബെയറിംഗ് ഇത് ഉള്ളത് SKF തന്നെയാണ്. അത് 6306 ഈ മോഡൽ തന്നെയാണ് വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കത് ഊരി മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ തട്ടല്ല ചെയ്യുന്നത്. ബെയറിംഗ് പുള്ളർ എന്ന് പറഞ്ഞ ടൂളുണ്ട് നമ്മുടെ കയ്യിൽ. ബെയറിംഗ് അഴിച്ചെടുക്കാൻ ബെയറിംഗ് പുള്ളർ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ബെയറിംഗ് പുള്ളറുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഓരോ ടൈപ്പ് ബെയറിങ്ങിന് പലതരം പുള്ളറുകൾ ആവശ്യം വരും. എല്ലാം ഒരേ പുള്ളർ കൊണ്ട് പറ്റില്ല എല്ലാറ്റിനും. ചിലത് ഇൻറ്റേർണൽ ബെയറിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ചെറിയ പ്രിസിഷൻ ബെയറിങ്ങുകൾ വരും. ചെറിയ മൈന്യൂട്ടായിട്ടുള്ളതൊക്കെ അഴിക്കണമെങ്കിൽ ഇതുപോലത്തെ ചെറിയ പുള്ളർ കൊണ്ട്, ഇപ്പോൾ വലിയ ചെറിയ മെഷീനിലൊക്കെ ചെറിയ ബെയറിങ് വരും. അതൊക്കെ അഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ബെയറിങ് പറ്റില്ല. എല്ലാറ്റിനും പറ്റില്ല. ഇതൊക്കെ ഫാനിൻ്റെ ബെയറിംഗ് ഒക്കെ, സീലിംഗ് ഫാനിൻ്റെ ഉള്ളിൽ ബെയറിങ് അഴിക്കണമെങ്കിൽ ഇത് ആവശ്യമുണ്ട്. ഈ ടൈപ്പ് ഇതൊക്കെ ബെയറിംഗ് പുള്ളറുകളാണ്. അപ്പോൾ ഓരോ ആവശ്യത്തിനും ഓരോ. പക്ഷേ ഇങ്ങനത്തെ ഈ ടൈപ്പ് പുള്ളറൊന്നും ഇതിലെത്തില്ല. ഇത് ബെയറിങ്ങിൽ ഇവിടെ പിടിച്ച് ഇവിടുന്ന് വലിക്കണം. ഇത് വളരെ ലോങ് ആണത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിന് കുറച്ച് വലിയ ബെയറിംഗ് പുള്ളർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ ബെയറിംഗ് പുള്ളർ ആവശ്യമുണ്ട്. ഇത് ഇവിടെ നിന്ന് ലൂസ് ചെയ്താൽ അവിടെ വരെ എത്തും. അപ്പോൾ ഈ പുള്ളർ ഉപയോഗിച്ച് നമുക്ക് ഈ ബെയറിംഗ് എങ്ങനെ അഴിക്കാമെന്ന് നോക്കാം. ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഈ ബോൾട്ടിന് ലൂസ് ചെയ്തെടുക്കണം. ഇതപ്പോൾ ഈ അറ്റം വരെ ലൂസ് ചെയ്യണം. അപ്പോൾ പിന്നെ അത് കൈകൊണ്ട് ചെയ്യുമ്പോൾ കുറേ അധികം സമയം എടുക്കും നമുക്ക്. അപ്പോൾ നമുക്ക് ഇമ്പാക്ട് റഞ്ച് ഉപയോഗിച്ച് ഇതിനെ ലൂസ് ചെയ്യാം. ഇത് കയ്യിൽ വെച്ചാൽ ഇത് ബാക്ക് കഴിഞ്ഞ് വരും. ഈ റഞ്ച് ബാക്കിലേക്ക് കണ്ടിന്യൂസ് ഓടില്ല, നിന്നേ ഓടുള്ളൂ കുറേശ്ശെ. പക്ഷെ ഫ്രണ്ടാണെങ്കിൽ തുടർച്ചയായിട്ട് ഓടും. അത് എല്ലാ ഇമ്പാക്ട് റഞ്ചും അങ്ങനെ തന്നെയാണ്. കുറച്ചായിട്ട് അഴിഞ്ഞു വരിക. ലോഡ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഓടും, ലോഡ് ഇല്ലെങ്കിൽ കുറേശ്ശെ ആയിട്ടാണ്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് ബാക്കിലേക്ക് എടുക്കാം.
എന്നാലാണ് ഇത് താഴെ വരെ എത്തണമെങ്കിൽ. ഇത് കൈ കൊണ്ടാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ കറക്കണം, ഇത്രയും ലോങ് ആയതുകൊണ്ട്. പോരാ, കുറച്ചും കൂടി താഴോട്ട് പോകാൻ. ഇപ്പോൾ എത്തിയിട്ടുണ്ട് ബെയറിങ്ങിൽ. ഇനി ഇതിൽ വെച്ച് ടൈറ്റ് ചെയ്യണം. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ആ ബെയറിങ്ങോട്ട് കയറി വരും. അതാണ് ബെയറിംഗ് പുള്ളറുകളെല്ലാം സിസ്റ്റം തന്നെയാണ്. ഇങ്ങനെ ത്രെഡുള്ള ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് 17 mm ആണ് ഈ പുള്ളറ്. ഇത് വെച്ച് സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യുക. അത് നല്ലപോലെ ടൈറ്റ് ഉണ്ട്, കൈ കൊണ്ട് കഴിയില്ല. നമുക്ക് ബാക്ക് റഞ്ച് തന്നെ ഉപയോഗിക്കാം. ഇതിനകത്ത് വല്ല ലിവറൊക്കെ ഇട്ട് കറക്കുകയാണെങ്കിലും നമുക്ക് നല്ല ലോഡാണത്. ഭയങ്കര ടൈറ്റ് ഉണ്ട്. ബെയറിങ് നല്ല പോലെ തിരിയണമൊന്നുമില്ല, ടൈറ്റ് നല്ല പോലെയാണ്. നമുക്ക് റഞ്ച് തന്നെ ഉപയോഗിച്ച് നോക്കാം. വന്നു കഴിഞ്ഞു. ഇത് ഓവർ ടൈറ്റ് ആയിരുന്നു ബെയറിങ്, അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ വരെ എത്രയും. ഇത് വലിയ ബെയറിംഗ് ആണ്, അത്യാവശ്യം വലിയ ഷാഫ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആവശ്യമുണ്ട്. ബെയറിങ് അഴിഞ്ഞു കിട്ടി. അതിൻ്റെ ഒരു സൈഡ് കവർ ഊരിപ്പോയിരിക്കുകയാണ് ബാക്കിൽ. അപ്പോൾ ഈ ബെയറിങ് ഇത്തിരി ടൈറ്റാണ്, അതുകൊണ്ടാണ് മോട്ടർ ഓടുമ്പോൾ നല്ലപോലെ സൗണ്ട് വരുന്നത്. കുറേ കാലം ഇതിങ്ങനെ സൗണ്ടോട് കൂടി ഓടുകയാണ്. പിന്നെ ഓസും കൂടെ ലീക്ക് വന്നത് കൊണ്ടാണ് ഇപ്പോൾ അഴിച്ചിപ്പോൾ ചെയ്യാൻ മെനക്കെട്ടത്. അപ്പോൾ നമുക്കിതിന് ഇനി പുതിയ ബെയറിങ് ഇതിൽ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പുതിയ ബെയറിങ് ഇനി അതിനകത്ത് ഫിറ്റ് ചെയ്യാം. പുതിയ ബെയറിങ് ഇപ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് പ്രസ്സോ എന്തെങ്കിലും പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അടിച്ചാണ് ഇപ്പോൾ കയറ്റാൻ പോകുന്നത്. പരമാവധി അടിച്ച് കയറ്റാതിരിക്കാണ് ബെയറിങ്ങുകളൊക്കെ പുള്ളർ വെച്ച് അഴിച്ചെടുക്കുക. അടിച്ചാലൊക്കെ ഡാമേജ് ആവും. നമ്മളിപ്പോൾ ഷാഫ്റ്റ് എന്തെങ്കിലും തകരാറായിട്ട് ബെയറിങ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ചെടുത്ത് എന്തായാലും ബെയറിങ് ഡാമേജ് ആവും. അത് പിന്നെ വീണ്ടും ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മളെപ്പോഴും ബെയറിങ് പുള്ളർ ഉപയോഗിച്ച ബെയറിങ് ഡാമേജ് ഇല്ലാണ്ട് അഴിച്ചെടുക്കുകയും ചെയ്യാം. ഈസിയാണ്, വർക്കും ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പുതിയ ബെയറിങ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. പുതിയ ബെയറിങ് ആണ് ഇത്. നമുക്ക് ഷാഫ്റ്റ് വെച്ച് അടിച്ച്, അപ്പോൾ നിലത്ത് വെച്ച് തട്ടുന്നില്ല, നമുക്കൊരു മരക്കട്ട ഉപയോഗിച്ച് അതിന് മുകളിൽ വെക്കാം. മരക്കട്ടയുടെ മുകളിൽ വെച്ച് പരമാവധി ഡാമേജ് ഒക്കെ വരാതെ നോക്കണം. കാസ്റ്റ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഫാനും ഇതൊക്കെ അതിൽ താഴെ പമ്പിൻ്റെ ഫാനാണ് ഈ കാണുന്നത്. ഇതൊക്കെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ. അതൊക്കെ പൊട്ടിപ്പോകാതെ. ചില മോഡലിനൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും ഫാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫാൻ ഊരി വെച്ചിട്ട് വേണം. ഇതിപ്പോൾ കാസ്റ്റ് ചെയ്യാനായതുകൊണ്ട് അത്ര പ്രശ്നമില്ല. പിന്നെ ഷാഫ്റ്റാണ് നിലത്ത് തട്ടുന്നത്, ഫാനല്ല തട്ടുന്നത്, ഷാഫ്റ്റാണ് തട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഊരി മാറ്റണില്ല, അങ്ങനെ വെച്ച് ഇനി ഇതിന് അടിച്ച് കയറ്റണം. അപ്പോൾ അടിക്കുമ്പോൾ ബെയറിങ്ങിൻ്റെ ഔട്ടറിൽ അടി വരാൻ പാടില്ല, ഇന്നറിൽ മാത്രം അടി വരുന്ന പോലെ. ഷാഫ്റ്റ് നേരിട്ട് അടിക്കുകയല്ല, ചുറ്റി കൊണ്ട് നേരിട്ട് അടിക്കാൻ പാടില്ല. ചുറ്റിക വെച്ച് നമുക്ക് അടിക്കാം. നമുക്ക് കുറച്ച് വെയിറ്റ് ഉള്ള ചുറ്റിയാണെങ്കിൽ ഇത് ടൈറ്റ് അധികം ഉണ്ട്, ബെയറിങ് ഇത്തിരി ഹെവിയാണ്. അപ്പോൾ തീരെ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് അടിച്ചാൽ ഇറങ്ങാനൊക്കെ വിഷമമാണ്. പരമാവധി വെയിറ്റ് ഉള്ളത് വെച്ച് അത് നേരിട്ട് ബെയറിങ്ങിൽ അടിക്കുക, യാതൊരു കാരണവശാലും അടിക്കരുത്, ബെയറിങ് ഡാമേജ് ആയിപ്പോകും. അപ്പോൾ അതിൻ്റെ ഇന്നറിൽ മാത്രമേ തട്ട് വരാൻ പാടുള്ളൂ. പൈപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റ് സൈസ് പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് ഇട്ട് അടിക്കാം. അല്ലെങ്കിൽ അതായത് ഇങ്ങനെ ഷാഫ്റ്റ് ഇവിടെ വെച്ച് തട്ടാണ് വേണ്ടത്. അത് ഒരേ ഭാഗത്ത് തട്ടാണ്ട് മാറ്റി മാറ്റി വെച്ച് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഫുള്ള് സീറ്റിങ്ങിൻ്റെ എൻഡ് വരെ എത്തണം, ഗ്യാപ്പ് വരാൻ പാടില്ല. അല്ലെങ്കിൽ അവിടെ അലൈൻമെൻറ്റ് മോട്ടോർ ഫിറ്റ് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല, അതിൻ്റെ കവറ് ശരിക്കും ക്ലോസ് ആവില്ല. അപ്പോൾ ഇങ്ങനെ തട്ടിയതുകൊണ്ട് ഇപ്പോൾ ബെയറിങ്ങിന് യാതൊരു ഡാമേജും വന്നിട്ടില്ല. കാരണം നമ്മൾ പുറമെ ഔട്ടറിന് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഇന്നറിൽ മാത്രം വെച്ചാണ് തട്ടിയത്. ഇപ്പോൾ ബെയറിംഗ് ഒക്കെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നമുക്കിത് മോട്ടർ ഷെഡിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നതാണ്. നമുക്ക് അവിടെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് സർവീസ് സെൻറ്ററിൽ. ഇത് നമ്മുടെ മോട്ടറിൻ്റെ ഫുട് വാൽവിൻ്റെ ഹോസാണിത്. ഫുട് വാൽവ് താഴെ ഉണ്ട്. അപ്പോൾ ഇതിൽ ലീക്ക് വന്നപ്പോഴാണ് പിന്നെ വർക്ക് ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായി ചെയ്യേണ്ടി വന്നത്. ഇതതിൻ്റെ മോട്ടറിലേക്ക് പിടിപ്പിക്കുന്ന പൈപ്പാണിത്. ഇതിൽ നിന്ന് ക്രോസ് പിടിപ്പിച്ച, അപ്പോൾ ഇത് 2-3 പ്രാവശ്യം വലിച്ച് ഉയർത്തും ഇതൊക്കെ ചെയ്തപ്പോൾ ഇവിടെ ചെറിയ ലീക്ക് വന്നു. ഒരു കഷ്ണം മുറിച്ച് ഇതിൽ നിന്ന് കളഞ്ഞു. ഇത് ലീക്ക്
ഇവിടെ ലീക്ക് വെള്ളം എയർ വലിക്കാൻ തുടങ്ങി. താഴോട്ടൊക്കെ വെള്ളം എടുക്കും, പക്ഷെ മുകളിലോട്ടൊക്കെ അടിക്കുമ്പോൾ എയർ വലിച്ചിട്ട് വെള്ളം കയറുന്നില്ല. ഈ ഭാഗത്തൊക്കെ ഇവിടെ നിന്നൊക്കെ ഓടാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. കുറച്ച് ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഓടിച്ചു, പിന്നെ മുകളിലോട്ട് അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിതിപ്പോൾ അഴിച്ച് പണിയാന്ന് തീരുമാനിച്ചത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ അഴിച്ച് ഈ ഒരു പീസ് മുറിച്ച് കളഞ്ഞതിൽ നിന്ന് അപ്പോൾ ഈ പീസ് മുറിച്ച് ഇനി ഇത് നമുക്ക് ജോയിന്റ് ചെയ്യണം. അതിന് ഈ ഓസ് ചൂടാക്കിയാണ് ചൂടാക്കിയതിനകത്ത് കയറ്റി ക്ലാമ്പ് വെച്ച് ഇതിൻ്റെ പഴയ ക്ലാമ്പൊക്കെ മുറിച്ച് കളഞ്ഞു. എന്തായാലും നമുക്ക് കുറച്ച് തുരുമ്പായി, കുറച്ച് വർഷങ്ങളായതാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി ഇനിയിപ്പോൾ പുതിയ ക്ലാമ്പ് ഇട്ട് ഓസ് കംപ്ലൈൻ്റ് ഉള്ള ഭാഗം മുറിച്ച് കഴിഞ്ഞ് ജോയിന്റ് ചെയ്ത് ഫിറ്റ് ചെയ്യണം വേണ്ട. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പമ്പൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ്. പമ്പ് ഇന്നലെ ഞാൻ അതൊക്കെ അഴിച്ചു. അതൊക്കെ തുരുമ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. അതിൻ്റെ ബോൾട്ടുകളൊക്കെ തുരുമ്പോ ഒക്കെ തട്ടി മുറിച്ച് വെട്ടിയൊക്കെയാണ് അഴിച്ചെടുത്ത്. ഇനി പുതിയ ബോൾട്ടുകളൊക്കെ ഇട്ട് ഇപ്പോൾ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു 5 വർഷം ആയിട്ടുള്ള ഈ മോട്ടർ. എന്നാലും ഇത്തിരി ബോൾട്ടുകളൊക്കെ ഇത്തിരി വേഗം തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ടച്ച്മോയുടെ മോട്ടറാണ്. ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം 50 വർഷത്തിലധികം പഴക്കമുള്ള മോട്ടറായിരുന്നു. അത് മഹേന്ദ്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ മോട്ടർ. അത് വലിയ പ്രശ്നമില്ല. അത് പക്ഷേ കപ്പിൾഡ് ടൈപ്പ് ആണ്, മോണോ ബ്ലോക്ക് അല്ലായിരുന്നു. അത് പമ്പും മോട്ടറും സെപ്പറേറ്റ് ഉള്ള മോഡല്. അപ്പോൾ അത് കൂടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അതിൻ്റെ ഷാഫ്റ്റ് തേയ്മാനം വരും. തുടർച്ചയായിട്ട് 24 മിക്കവാറും എല്ലാ ദിവസവും മുടങ്ങാണ്ട് വേനൽക്കാലം ഫുള്ള് മോട്ടർ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ വർഷം പമ്പ് അഴിച്ചുകൊണ്ടായി ഷാഫ്റ്റും ബുഷും മാറിക്കൊണ്ടിരിക്കില്ല. വലിയൊരു ബുദ്ധിമുട്ടുള്ള പണി ആയതുകൊണ്ടാണ് കുറേ വർഷമായിപ്പോൾ ഒരു 5 വർഷം മുന്നേ ആ മോട്ടർ മാറ്റി ടച്ച്മോയുടെ ഇപ്പോൾ മോട്ടർ വാങ്ങിയത്. ഇത് മോണോ ബ്ലോക്കാണ്. അപ്പോൾ അതിന് ഇത്തിരി കംപ്ലൈൻറ്റ് മറ്റേതിൻ്റെ അത്ര കംപ്ലൈൻറ്റ് ഇല്ല, കംപ്ലൈൻറ്റ് കുറവാണ്. അപ്പോൾ ഇപ്പോൾ ബെയറിങ് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ ഓടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ ഓസ് പൊട്ടി വെള്ളം എടുക്കാതെ വന്നപ്പോഴാണ് പിന്നെ അഴിച്ചെന്തായാലും റിപ്പയർ ചെയ്യാമെന്ന് വെച്ച് അതിൻ്റെ ജോലിയിലേക്ക് ഇപ്പോൾ കടന്നത്. ഇനി നമുക്ക് അതിന് ഉള്ളിൽ പോയി കാണാം. ഇത് പഴയ മോട്ടറിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ പുതിയ മോട്ടർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് തുരുമ്പൊക്കെയായി ഇപ്പോൾ കുറച്ച് പ്രൈമറാണ് അടിച്ചിട്ടിരിക്കുന്നത്. സിങ്ക്രോമേറ്റ് യെല്ലോ പ്രൈമറാണിത്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. ഇപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് മോട്ടറിൻ്റെ ഫിറ്റിംഗ് എല്ലാം മോട്ടർ കംപ്ലീറ്റ് അഴിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ വെക്കാൻ. ഈ മോട്ടർ ഷെഡ് നമ്മൾ കുറച്ച് ഉള്ളിലായിട്ടാണ് ഫിറ്റ് ചെയ്തത്. ഇത് ബോർവെല്ലിൻ്റെ മോട്ടർ ഷെഡാണ്. ഇത് ബോർവെല്ലുണ്ട് അപ്പുറം. അപ്പോൾ ബോർവെല്ലിൻ്റെ അവിടെയും ഇത് ഈ ഓപ്പൺ വെല്ലിൻ്റെ ഷെഡാണ്. അപ്പോൾ ഇത് ഇത്തിരി താഴെയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടർ കൺട്രോൾ ബോർഡാണിത്, പാനല്. അപ്പോൾ ഇതിനകത്ത് ഇത് പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. മോട്ടർ താഴെയൊക്കെ ഇറക്കാൻ വേണ്ട സംവിധാനത്തിന് വേണ്ടി താഴെ ഒരു സ്റ്റെപ്പും മുകളിൽ ഇങ്ങനെ 2 സ്റ്റെപ്പായിട്ടൊക്കെയാണ് ഇത് ഫിറ്റ് ചെയ്തത്. പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ മോട്ടർ ഇവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ 2 കോലിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മോട്ടർ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നലെ ഇതെല്ലാം അഴിച്ച് ഇപ്പോൾ ഒന്ന് പ്രൈമർ അടിച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് തുരുമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ പ്രശ്നം വരാതിരിക്കാൻ സിങ്ക്രോമേറ്റ് പെയിൻ്റാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. ഇത് ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബോൾട്ടുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പഴയ ബോൾട്ടുകളാണ്. കുറേയൊക്കെ വെട്ടിയൊക്കെയാണ് അഴിക്കാൻ കിട്ടാതെ ഒക്കെ തുരുമ്പും ഇതൊക്കെ ഡാമേജ് ആവും. അപ്പോൾ ഇതിനൊക്കെ മിക്കവാറും എല്ലാം മാറ്റിയൊക്കെ പുതിയ ബോൾട്ടുകൾ. ഇതൊക്കെ SS ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോൾട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. ഇത് MS തന്നെയാണ്. എന്നാലും കുറച്ച് പ്ലേറ്റിംഗ് ഉണ്ട്, അത്ര വേഗം തുരുമ്പ് പിടിക്കില്ല. ഇതിലത്തെ മിക്കവാറും ബോൾട്ടുകളൊക്കെ ഇത്തിരി വേഗം തുരുമ്പ് 5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ബോൾട്ടുകൾ ഡാമേജ് ഉള്ളതൊക്കെ മാറ്റി നമ്മൾ പുതിയ ബോൾട്ട് ഇട്ടിട്ടാണ് ഇനി ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ റോട്ടറിന് ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ റോട്ടർ ഇതിലാണ് ബെയറിങ് ഇതൊക്കെ വരുന്നത്. ഇത് സ്റ്റേറ്ററാണ്. ഇതിനകത്താണ് വൈൻഡിങ്, മോട്ടറിൻ്റെ കോയിൽ വൈൻഡിങ് എന്ന് പറയുന്നത് ഇതാണ്. കണക്ഷനൊക്കെ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്താണ് ഈ റോട്ടർ ഇത് കറങ്ങുക. അപ്പോൾ ഈ റോട്ടർ അതിനകത്ത് ആദ്യം ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ബെയറിങ്ങിന് ഒരു ബാക്കിലൊരു കവറുണ്ട്, കപ്പ്. അപ്പോൾ ഇത് നമുക്ക് കവർ വെച്ചിട്ട് സ്ക്രൂ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഇളകി പോകാൻ പാടില്ല. ഇങ്ങനെ നിന്ന് നമുക്ക് സ്ക്രൂ എത്തില്ല, ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അകത്തായതുകൊണ്ട് കൈ ഇടാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാണാൻ പോലും പറ്റില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇവിടെ ചേർന്ന് നിൽക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗ്രീസ് പറ്റി ഇതിനെ ഒട്ടിച്ച് വെച്ചാൽ പിന്നെ അത് അവിടെ ഇരുന്നോളൂ. അല്ലാതെ ഇരുന്ന് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. പുറമെന്ന് സ്ക്രൂ അതിലെത്തില്ല. നമുക്ക് കവർ ഇടുമ്പോൾ അത് കാണാനും പറ്റില്ല. നമുക്ക് എവിടെയാണ് ഹോൾ എവിടെയാണെന്നോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കറക്കി സ്ക്രൂ ഇടുക വേണ്ട. അപ്പോൾ അതിൽ
ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗ്രീസ് എടുത്ത് അതിനെ ബെയറിങ്ങിനോട് ചേർത്ത് ഒട്ടിച്ച് നിർത്തണം. അത് കുറച്ച് ഗ്രീസ് ഫില്ല് ചെയ്താൽ മതി. ഇനി അത് ഇളകില്ല, കുറച്ചും കൂടി ഇടാം. എല്ലാ ഭാഗത്തും കുറച്ച് എല്ലാം ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇളകിപ്പോയ പോലെ പിന്നെ അത് വീണ്ടും അഴിക്കേണ്ടി വരും. നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ ഈ സൈഡിലൊക്കെ കുറേശ്ശെ ഗ്രീസ് നല്ലതാണ്, തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ ഇതിനൊക്കെ ചേർന്ന് നിൽക്കാൻ. ഇങ്ങനെ സീറ്റിംഗ് ആക്കി വെച്ചാൽ ഇനി അത് ചേർന്നിരുന്നോളും. അതുപോലെ ഇടുന്ന സ്ക്രൂകളിലൊക്കെ മാക്സിമം ഗ്രീസൊക്കെ പുരട്ടിയിട്ട് ഇടുകയാണെങ്കിൽ പിന്നീട് അഴിക്കാൻ എളുപ്പമായിരിക്കും. തുരുമ്പ് പിടിക്കില്ല. കുറച്ച് കാലം ഇത് വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തുരുമ്പിന് സാധ്യതയും അല്പം കൂടുതലാണ്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് ഷെഡ് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. അടിയിൽ നിന്ന് വെള്ളം എപ്പോഴും ഇതിന്റെ താഴെ എപ്പോഴും വെള്ളം ഈർപ്പം കൂടുതൽ നിൽക്കുന്ന അന്തരീക്ഷം ആയതുകൊണ്ടാണ് ഇത് കുറച്ചധികം തുരുമ്പ് പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർ ആയിരിക്കണം. അപ്പൊ ഈ റോട്ടർ ഇനി ഫസ്റ്റ് നമുക്ക് ഈ റോട്ടറാണ് ഇത് കയറ്റി വിടുന്നത്. ഇങ്ങനെ വെച്ച് ഇനി ഇതിന്റെ 4 ബോൾട്ട് വരുന്നുണ്ട്. 4 ബോൾട്ട് ആദ്യം ഫിറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇതിന്റെ ഈ സെക്ഷൻ അവിടെ നിന്ന് ഈ ഭാഗത്ത് വെച്ച് ഇതിനും 4 ബോൾട്ട് വെച്ച് ഫിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം. ഇതിന്റെ ഇപ്പൊ ഈ റോട്ടറിന്റെ ഈ ഭാഗം വീട്ടിലായിരുന്നു. എന്നാലും അത് ബെയറിംഗ് അഴിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഇപ്പോൾ പെയിന്റ് അടിച്ചപ്പോൾ ഞാൻ അത് ഓർത്തില്ല. അതുകൊണ്ട് ഈ ഒരു പീസിന് നമുക്ക് പ്രൈമർ അടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അതിപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തായാലും ഇതിന്റെ മുകളിൽ കൂടെ ഇതിന്റെ ശരിക്കുള്ള കളർ ഇത് തന്നെയാണ്. ഇത് ഹാമർ ടോൺ ഗ്രേ എന്ന് പറയും. ഹാമർ ടോൺ എന്ന് പറഞ്ഞ ഒരു പെയിന്റ് ആണ്, സാധാരണ മോട്ടറുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പെയിന്റ്. സാധാരണ പെയിന്റ് അല്ല അത്, സാധാരണ എനാമലല്ല, ഹാമർ ടോൺ എന്ന് പറഞ്ഞ പെയിന്റ് ആണ്. അപ്പൊ ഹാമർ ടോണിന്റെ ഗ്രേ, പിന്നെ ഗ്രീൻ, ബ്ലൂ, അങ്ങനെ പല കളർ സ്റ്റൈൽ അലമാരകൾക്കൊക്കെ കാണുന്ന ടൈപ്പ് പെയിന്റ് ആണ് ഇത്. അതാണ് ഹാമർ ടോൺ എന്ന് പറയുന്ന പെയിന്റ്. അപ്പൊ ആ ടൈപ്പ് പെയിന്റ് വാങ്ങി നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് ലാസ്റ്റ് അടിക്കാം. അത് പിന്നീട് അടിച്ചാൽ മതി. അപ്പോൾ അത് അടിക്കുമ്പോൾ അതിന്റെ കൂടെ, അതുകൊണ്ട് ഇതിലിപ്പോൾ പ്രൈമർ അടിക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് നോക്കിയപ്പോഴാണ് ഓർത്തത്, ഇന്നലെ ഓർത്തില്ല. അപ്പോൾ ഇവിടെ മോഷഡിലൊക്കെ ഇന്നലെ വന്ന് ഇതൊക്കെ അടിച്ചിട്ട് പോയി. പക്ഷെ ഇത് വെയിറ്റിലായിരുന്നു ബെയറിംഗ് മാറ്റാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി പെയിന്റ് പിന്നെ പുറമേ അടിച്ചത് അത് വെറുതെ ഭംഗിക്കാണ് കാണാൻ. നമുക്ക് തുരുമ്പ് വരാണ്ടിരിക്കാനാണ് പ്രൈമർ അടിക്കേണ്ടത്. എപ്പോഴും പെയിന്റ് അടിക്കുമ്പോൾ തുരുമ്പൊക്കെ ഉള്ള ഭാഗങ്ങളാണെങ്കിൽ എന്തായാലും പ്രൈമർ അടിച്ചതിന് ശേഷം അതിന് മുകളിൽ പെയിന്റ് അടിച്ചാലാണ് ഈട് നിൽക്കുക. പിന്നെ തുരുമ്പ് കയറി വരില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് പ്രൈമറാണ് അടിച്ചത്. ഉള്ളിലത്തെ പാട്ടുകളൊക്കെ പ്രൈമറാണ് നമുക്ക് അടിക്കുന്നത്. പ്രൈമർ എല്ലാവിടെയും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ നേരിട്ട് പരമാവധി അടിക്കാതെ ഇരിക്കാൻ നല്ലത്. എന്തെങ്കിലും കട്ട വെച്ചിട്ടോ മരക്കട്ടയൊക്കെയാണ് കൂടുതൽ നല്ലത്. കാരണം കാസ്റ്റ് അയണാണ്, ചിലപ്പോൾ അടിച്ചാൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തട്ടുമ്പോൾ പരമാവധി നേരിട്ട് അടിക്കാതെ എന്തെങ്കിലും മരക്കട്ടയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ആയാലും വേറെ പീസ്, നല്ല വെയിറ്റുള്ള പീസ് വെച്ച് അതിന് തട്ടുന്ന നല്ലതാണ്. പിന്നെ ബോൾട്ടുകളൊക്കെ ഇടുമ്പോൾ അതിന്റെ ടിപ്പിൽ കുറച്ച് ഗ്രേസ് ആക്കിയിട്ട് ബോൾട്ടുകൾ ഇടുക. അപ്പോൾ ഈ ത്രെഡിലധികം തുരുമ്പ് പിടിക്കാതിരിക്കാൻ നല്ലതാണ്. പിന്നെ നമുക്ക് അതൊക്കെ ടൈറ്റ് ചെയ്യാം. നമുക്ക് സാധാരണ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. പിന്നെ അത് എപ്പോഴും ക്രോസ് ആയിട്ട് ഓപ്പോസിറ്റ് വെച്ച് ടൈറ്റ് ചെയ്യണം. അതിൽ മെഷീൻ ഉള്ളതുകൊണ്ട് കുറച്ച് നമുക്ക് ഈസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്പാനർ കൊണ്ട് തന്നെ അല്ല ബോക്സ് ടൈപ്പോ മറ്റൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്ലിപ്പ് ആവാതിരിക്കാൻ വളരെ നല്ലതാണ്. ഇനി അത് ഫുൾ ടൈറ്റ് നമുക്ക് കൈകൊണ്ട് സ്പാനർ വെച്ച് തന്നെ റിംഗ് സ്പാനർ ഉപയോഗിക്കാം. ഡബിൾ എൻഡ് അധികം ഉപയോഗിക്കാതിരിക്കുക. കൂടുതൽ ടൈറ്റ് ഉള്ളതൊന്നും ഡബിൾ എൻഡ് അധികം ഉപയോഗിക്കുക, റിംഗ് സ്പാനറുകൾ ഉപയോഗിക്കാം. നമുക്കത് ഇങ്ങനെ വെച്ച് ഫുൾ ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പോൾ ബാക്ക് സൈഡും നമ്മൾ കവറിൽ അതേ ബോൾട്ട് തന്നെയാണ്, 13 അത് വരുന്നത് സൈസ്. അതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഫുൾ ടൈറ്റ് ആയിട്ട് ഇപ്പോൾ ഫാൻ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്, ജാമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇനി അതൊന്ന് ഫുൾ ടൈറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. റിംഗ് സ്പാനറുകൾ ഉപയോഗിക്കാം. അപ്പോൾ ബോൾട്ടുകൾ അധികം ഡാമേജ് വരില്ല. അഴിക്കാനായാലും ടൈറ്റ് ചെയ്യാനായാലും റിംഗ് സ്പാനറാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ സോക്കറ്റ് ഉപയോഗിക്കുക. ഡബിൾ എൻഡ് പരമാവധി ഉപയോഗിക്കാതെ ഇരിക്കാനും നല്ലത്.
അപ്പോൾ ഇവിടെ 4 ബോൾട്ട് ഉണ്ട്, ബാക്കിലും 4 എണ്ണം, അങ്ങനെ 8 ബോൾട്ടാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം, അത്രയും ഭാഗം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം മോട്ടറിൻ്റെ ഒരു ചെറിയ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫാനിൻ്റെ കവർ ഇവിടെ ഈ സൈഡ് വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇമ്പല്ലറും ഈ കവറും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു റിങ്, ഈ വെള്ളം തെറിക്കാതിരിക്കാനായിട്ട് പമ്പിൽ നിന്ന് മോട്ടറിനകത്തേക്ക് പോകാതിരിക്കാൻ ഇങ്ങനെ ഒരു വാഷർ ഇട്ട് കൊടുക്കണം. ഏതെങ്കിലും കാരണവശാൽ പമ്പ് ലീക്കൊക്കെ വരികയാണെങ്കിലും ആ വെള്ളം ഒരിക്കലും മോട്ടറിനകത്തേക്ക് ഷാഫ്റ്റിൽ കൂടെ ഒഴുകി പോകാതിരിക്കാനാണ് ഇങ്ങനെ ഒരു വാഷർ ഇട്ട് കൊടുക്കുന്നത്. ഈ വാഷർ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഷാഫ്റ്റിൽ വേണമെങ്കിൽ കുറച്ച് ഗ്രീസ് പുരട്ടി കൊടുക്കാം നമുക്ക്, ഇപ്പോഴൊക്കെ സ്മൂത്തായി കയറാനും ഷാഫ്റ്റിനൊരു പ്രൊട്ടക്ഷനും കൂടിയാണ്. ഇപ്പം ഗ്രീസ് ഷാഫ്റ്റ് മൊത്തത്തിൽ. ഇവിടെ പാക്കിംഗ് റോപ്പ് വരുന്ന ഏരിയ ആണ് ഇത്. ഇവിടെ സീല്, ഇതിന് പാക്കിംഗ് റോപ്പാണ്, ചെറിയ ടൈപ്പ് റോപ്പാണ് വരുന്നത്. 8 ഇല്ല 6 mm റോപ്പാണ്. വലിയ ഇതിന് ചില പഴയ മോഡൽ ഇതിനൊക്കെ ആണെങ്കിൽ 10 mm റോപ്പ് വരും, പിന്നെ ചിലത് 8 mm വരും. ഇത് 6 mm, ഏറ്റവും ചെറിയ സൈസാണ് റോപ്പ്. അപ്പോൾ നമുക്ക് ഈ വാഷർ ഇവിടെ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബെയറിങ്ങിൻ്റെ ഒരു കവറുണ്ട്. ആ കവറും കൂടെ ഫിറ്റ് ചെയ്തിട്ട് വേണം ഈ വാഷർ. അപ്പോൾ ബെയറിങ്ങിൻ്റെ ഈ കവറാണത്. ഈ കവർ ഇട്ട് ഇതിൽ 3 ബോൾട്ട്, ആ ബോൾട്ടും കൂടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഗ്രീസ് നമുക്ക് ഇതിൽ സീൽഡ് ബെയറിംഗ് ആണ്, ഗ്രീസ് ഒന്നും നമ്മൾ പുറമേ നിന്ന് ആവശ്യമില്ല. എന്നാലും ഒരല്പം ഗ്രീസ് ഇതിൽ ഈ ബെയറിങ്ങിൻ്റെ സൈഡിലൊക്കെ തുരുമ്പൊക്കെ വരാതിരിക്കാനൊക്കെ നല്ല. ഇത് ബെയറിംഗ് കവറാണ്, ബെയറിംഗ് പൊസിഷനിൽ സെറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ. ഓക്കെ, വെറുതെ ഡ്രൈ ആയിട്ട് ഇരിക്കണമെങ്കിൽ നല്ല കുറച്ച് ഗ്രീസോട് കൂടി ഇരിക്കുന്നത് എപ്പോഴും. സീൽഡ് ബെയറിങ്ങിന് ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ഗ്രീസ് ഒന്നും അതിലേക്ക് പോകുന്നില്ല, അതിൽ ആവശ്യമില്ല. അതിലുള്ള ഗ്രീസ് പുറത്തൊന്നും പോകുന്നില്ല. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ മോഡൽ ബെയറിങ്, സീൽഡ് ബെയറിംഗ് ഉള്ള മോട്ടറിനൊന്നും നമുക്ക് ഇടയ്ക്ക് ഗ്രീസ് ഇട്ട് കൊടുക്കണ്ട. ഓപ്പൺ ബെയറിംഗ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഗ്രീസ് ഗണ്ണോ മറ്റോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മളൊരു അഡീഷണൽ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ടൈറ്റ് ചെയ്തു. ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ ഈ കവർ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്യാം. ചെറിയ ടൈറ്റ് മതി, ഓവർ ടൈറ്റിൻ്റെ ആവശ്യമില്ല. 3 ബോൾട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കവർ ഇട്ടു. ഇനി നമുക്ക് ഈ റബ്ബറിൻ്റെ ഒരു റിങ് ഇട്ട് കൊടുക്കുന്നത് ഈ വെള്ളം മോട്ടറിനകത്തേക്ക് എന്ത് കാരണവശാലും കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നല്ല ടൈറ്റിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ലീക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ഷാഫ്റ്റിൽ കൂടെ വെള്ളം ഒഴുകി കോയിലിനകത്ത് എത്താതിരിക്കാനാണ്. അപ്പോൾ ഇതെന്തായാലും മറക്കാതെ, ഇപ്പോൾ ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിലും നമ്മൾ വേറെ വാങ്ങി ഇടണം. അതെപ്പോഴും നല്ലതാണ്, സേഫ്റ്റിക്ക് നല്ലതാണ്. കോയിലിൽ വെള്ളം കയറാതിരിക്കാൻ വളരെ ഉപകാരപ്പെടും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ പോർഷനാണ് ഇടേണ്ടത്. ഇവിടെയാണ്, ഇതിനകത്താണ് നമ്മുടെ പാക്കിംഗ് റോപ്പ് വരിക. അപ്പോൾ റോപ്പും പുതിയത് പഴയ റോപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഡ്രൈ ആയിപ്പോയി. അപ്പോൾ അതിൽ പുതിയ റോപ്പ് ഇവിടെ വെച്ചിട്ട് വേണം ഇത് നമുക്ക് കുറച്ച് വെച്ചിട്ട് ടൈറ്റ് പിന്നെ ചെയ്താൽ മതി. ഇതിനകത്ത് കുറച്ച് റോപ്പ് ഇട്ടിട്ട് 2-3 റൗണ്ട് റോപ്പ് ഇടാം. എന്നിട്ട് നമുക്കത് ഒരുമിച്ച് ഫിറ്റ് ചെയ്യാം. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോപ്പ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ആദ്യം തന്നെ കുറച്ച് റോപ്പ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ റോപ്പ് ചുറ്റി ഇറക്കാം. അത് പാക്കിംഗ് റോപ്പ് ആണ് വരുന്നത്. ഇതിന് 20 രൂപയ്ക്ക് വിലയുള്ളൂ. 1 മീറ്റർ അതിൻ്റെ നീളമാണ്. ഇത് പല സൈസിൽ വണ്ണത്തിൽ കിട്ടും. ഇത് കനം കുറഞ്ഞ 6 mm എന്ന് പറഞ്ഞ സൈസാണിത്. പിന്നെ ഇതിൻ്റെ വലുത് 8 mm, പിന്നെ 10 mm വരും. വലിയ വണ്ണം, ഒരു വിരലിൻ്റെ സൈസ് വരും. ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ ഒരു റൗണ്ട് എത്തുന്ന അളവിലാണ് നമുക്ക് ഈ റോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ഈ ഷാഫ്റ്റിൽ പിടിച്ച് നോക്കുക കറക്റ്റായിട്ട്. കൂടിയ പിന്നെ കുറഞ്ഞാൽ അത് ലീക്ക് വരാൻ ലീക്ക് വരും. കൂടിയ അതിനകത്ത് കയറാനും വിഷമമാണ്. അപ്പോൾ കറക്റ്റായിരിക്കണം.
പക്ഷെ ഇവിടെയാണ് ഇതിൻ്റെ റോപ്പ് വരുന്ന ഏരിയ ആണ് ഷൈനിങ് ആയിട്ട് കാണുന്നത്. ഇവിടെ എപ്പോഴും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് റൗണ്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ നമുക്കൊരു 3 ഇതിനകത്ത് കൊള്ളുമെന്ന് വിചാരിക്കണം. ഒരു 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. റോപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും റോപ്പിൽ കുറച്ച് ഗ്രീസ് പരട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഒരുപാട് ചിലപ്പോൾ പഴയ റോപ്പ് ഇത് പാക്കറ്റിൽ ഇരുന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ ഇത് കറങ്ങാൻ സ്മൂത്തായി കറങ്ങാനും ഒരു ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. പിന്നെ ഒരെണ്ണം ഇട്ടാൽ അതേ ജോയിൻറ്റിൽ തന്നെ അടുത്ത് വരാണ്ട് മാറ്റി മാറ്റി ഇടണം, ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ലീക്ക് വരാതിരിക്കാതെ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ 2 മതിയാവാനാണ് സാധ്യത. പിന്നെ നോക്കിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റോപ്പ് പീസ് പിന്നീട് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ കവറിട്ടൊന്ന് ചെറുതായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുണ്ടോ എന്ന് നോക്കാം. മതിയാവുന്നതാണ് തോന്നണം. ഒരുപാടായാൽ പിന്നെ ബോൾട്ട് എത്തില്ല. പിന്നെ കൂടെ ടൈറ്റ് ചെയ്ത ഷാഫ്റ്റ് കറങ്ങാനും വിഷമമാണ്. അപ്പോൾ അളവിനുള്ള റോപ്പ് ഇതിൽ ആവശ്യമില്ല. പോരെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ടൈറ്റ് ചെയ്ത് വേണമെങ്കിൽ പിന്നീട് കുറച്ച് കാലം ഓടിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ നെട്ട് ഫിറ്റ് ചെയ്യാം. റോപ്പ് നമ്മളിതിൽ രണ്ട് റൗണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം മതിയാവും. 2 റൗണ്ടാകുമ്പോൾ ഏകദേശം ഇതിൻ്റെ അകത്ത് ഒരെണ്ണം പഴയത് കിടക്കുന്നുണ്ട്, അത് ഒരെണ്ണം എടുത്തിട്ടില്ല. അപ്പോൾ പുതിയത് 2 റൗണ്ട് ഇട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്ത് വെച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 സൈഡിലും ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെയാണ് നമുക്കിത് ഈ റോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ടൈറ്റ് ചെയ്യാൻ. നമുക്ക് ലീക്കൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഭാഗത്തേക്ക്, ഈ കട്ടിങ് ഉള്ള ഭാഗത്തേക്ക് തന്നെ ഈ നെട്ടും ബോൾട്ട് ഇത് വരാൻ നോക്കണം. ഇല്ലാതെ ഇരുന്നാൽ നമുക്ക് പിന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. ഇത് നമ്മൾ ഇതിൻ്റെ പാക്കിംഗ് റോപ്പ് 3 റൗണ്ട് ചുറ്റിയുണ്ട്. 2 മതിയായില്ല. അപ്പോൾ ഒരു റൗണ്ടും കൂടെ ചുറ്റി. അതിൽ പഴയത് 3 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 റൗണ്ട് ചുറ്റി. ഒരുപാട് ടൈറ്റ് വയ്ക്കാൻ പാടില്ല. അത് ഒരുപാട് ടൈറ്റ് ചെയ്താൽ പിന്നെ ഷാഫ്റ്റ് കറങ്ങില്ല, മോട്ടോർ സ്റ്റക്കാവും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ലൂസിൽ ചെറിയ ടൈറ്റ് ഉണ്ട്, ഓടുമ്പോൾ ഫ്രീ ആവുന്നതാണ് വിചാരിക്കുക. അപ്പോൾ ഓരോന്നുണ്ട് നമുക്കൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ ടൈറ്റ് ചെയ്യലും ലൂസ് ചെയ്തൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഗ്യാപ്പ് കുറവാണ് മോണോ ബ്ലോക്ക് ആയതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇമ്പല്ലർ ഫിറ്റ് ചെയ്യണം. ഈ കവർ ഇതിനകത്ത് ഇടണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡുകളൊക്കെ മാറ്റി, സ്റ്റഡ് ബോൾട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളതാണ്. ഇതിനകത്ത് 2 സൈഡും ത്രെഡാണ്. സാധാരണ ബോൾട്ടും ഇതും തമ്മിൽ, സാധാരണ ബോൾട്ടിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ ത്രെഡ്, ഒരു ഭാഗത്ത് നമ്മൾ സ്പാനർ ടൈറ്റ് ചെയ്യും. ഇത് അങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പുറമേ ഒന്നും ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. അത് അങ്ങനെയുള്ളിടത്താണ് ഈ സ്റ്റഡായിട്ടുള്ള ഈ ബോൾട്ടുകൾ ഉപയോഗിക്കുന്നത്. നമ്മളിങ്ങനെ വെറുതെ പിടിപ്പിക്കണം. അപ്പോൾ ഇതിനെ ടൈറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് ഇതിനെ അഴിച്ചെടുക്കുകയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ചെയ്യുന്നത് 2 നെട്ട് ഇടുകയാണ് ചെയ്യുക, ലോക്ക് നെറ്റായിട്ട്. ഇതിപ്പോൾ ഒരു നെട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു നെട്ടും കൂടി ഇടും. ഇത് രണ്ടും കൂടെ നല്ലപോലെ ടൈറ്റ് ചെയ്താൽ പിന്നെ നമുക്കിത് ടൈറ്റ് ചെയ്യുകയും ചെയ്യാം, അഴിച്ചെടുക്കുകയും ചെയ്യാം. ഈ സ്റ്റഡ് അഴിച്ചെടുക്കണമെങ്കിലും ഇങ്ങനെ ഡബിൾ നെട്ട് ഇട്ടിട്ടാണ് നമ്മളതിനെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ ഇതിപ്പോൾ വെറുതെ കൈ കൊണ്ട് കയറ്റിയിട്ടുള്ളൂ. ഇതിനൊക്കെ ഇങ്ങനെ ഡബിൾ നെട്ട് ഇട്ട് ശരിക്കും ടൈറ്റ് ചെയ്യണം. അല്ലാതെ ഇരുന്നത് നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് അഴിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ അഴിഞ്ഞു വരാതിരിക്കാൻ ഇതിനൊക്കെ ഫുൾ ടൈറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് സ്റ്റഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡബിൾ നെട്ട് ഇട്ട് ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്താൽ നമുക്കത് ഊരിയെടുക്കാനും പറ്റും. അപ്പോൾ അത് സ്പാനർ ഉപയോഗിച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്താൽ ഇനി മുകളിൽ തന്നെ എത്ര ടൈറ്റ് ചെയ്താലും അകത്ത് നമ്മളിത് സ്റ്റഡ് മാത്രമായിട്ട് ടൈറ്റായി കിട്ടും. ഇതിപ്പോൾ ഫുൾ ടൈറ്റായി. ഇനി അഴിക്കുമ്പോൾ ഇതേപോലെ തന്നെ 2 സ്പാനർ ഉപയോഗിച്ച് അങ്ങനെയാണ് ഇത് അഴിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഈ സ്റ്റഡ് അഴിക്കണമെങ്കിൽ നമുക്ക് ഇനി പ്ലെയർ ഇട്ടോ മറ്റൊന്നും പിടിച്ചാൽ ഇത് നമുക്ക് അഴിയില്ല. പിന്നെ ഇവിടെ വില ഇട്ട് പിടിച്ചാൽ ഈ ത്രെഡ് ഡാമേജ് ആവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇത് അഴിച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ 2 നെട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്കിതെല്ലാം ടൈറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിൽ ഒരെണ്ണം പഴയ സ്റ്റഡ് ഇവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം അഴിച്ചപ്പോൾ സ്റ്റഡാണ് അഴിഞ്ഞു വന്നത്, നെട്ടല്ല അഴിഞ്ഞു വന്നത്. ഈ നെട്ടൊക്കെ ഇവിടെ തുരുമ്പ് കാരണം ഈ നെട്ടുകളൊന്നും അഴിഞ്ഞു വന്നില്ല, സ്റ്റഡ് കടക്കുന്നതാണ് അഴിഞ്ഞു വന്നത്. അപ്പോൾ നമുക്കിതിൽ ഒരെണ്ണം പഴയ നിൽക്കുന്നുണ്ട്, ബാക്കിയെല്ലാം പുതിയതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അതും കൂടെ അഴിച്ചെടുക്കാം. അപ്പോൾ ഇടുമ്പോൾ ഏതായാലും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഇത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് അഴിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 നെട്ട് ഇടുന്നു,
ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാം. നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഇനി അഴിക്കേണ്ടത് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ തന്നെ ഇട്ട് ടൈറ്റ് ചെയ്ത് അകത്തോട്ട് കയറും. അഴിക്കുമ്പോൾ നമ്മൾ മുകളിലത്തെ അഴിക്കരുത്. മുകളിലത്തെ അഴിച്ചത് ഈ നെറ്റ് മാത്രം അഴിഞ്ഞു വരും. നമുക്ക് സ്റ്റഡ് കടക്കുന്ന വഴി നമുക്ക് അടിയിലത്തെ നെറ്റിനെയാണ് അഴിച്ചെടുക്കാൻ നോക്കേണ്ടത്. ഇത് അടിയിലത്തെ ബാക്കിലത്തെ നെറ്റിന് പിടിച്ച് അഴിച്ചത് സ്റ്റഡ് ഇപ്പോൾ കടക്കുന്ന നമുക്ക് ഊരിക്കെട്ടി. ഇങ്ങനെയാണ് സ്റ്റഡുകൾ ടൈറ്റ് ചെയ്യുകയും അഴിക്കുകയും ചെയ്യേണ്ടത്. ടൈറ്റ് ചെയ്യുമ്പോൾ മുകളിലത്തെയാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അത് അടിയിലത്തെ ടൈറ്റ് ചെയ്താൽ ആ നെറ്റ് മാത്രം പോകും, നമ്മൾ നെറ്റ് അഴിഞ്ഞു പോകും. നമുക്ക് സ്റ്റഡ് ഊരി കിട്ടും. ഇനി ഈ നെറ്റിനെ നമുക്ക് സ്പാനർ ഉപയോഗിച്ച് ഇത് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് രണ്ട് അഴിഞ്ഞു കിട്ടി. ഇങ്ങനെയാണ് സ്റ്റഡ് ഊരിയെടുത്ത് പുതിയത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അല്ലാണ്ട് മറ്റ് പ്ലെയർ കൊണ്ടൊക്കെ പിടിച്ച് ടൈറ്റ് ചെയ്താൽ ശരിക്കും ടൈറ്റ് ആകില്ല. പിന്നെ ഇതിൻ്റെ ത്രെഡ് കേട് വന്നു പോകും. ഇതിൽ നമ്മൾ പ്ലെയറോ മറ്റെന്തെങ്കിലും പിടിച്ച് അഴിക്കാൻ നോക്കി ഒന്നാമത് വരില്ല, നല്ലപോലെ ടൈറ്റ് ആണെങ്കിൽ കഴിഞ്ഞൊന്നും വരില്ല. ഈ ത്രെഡ് ഡാമേജ് ആക്കി കഴിയും. ഇങ്ങനെ തന്നെ നമുക്ക് പുതിയത് വിടാം. അപ്പോൾ ഇതിലെല്ലാം പുതിയ സ്റ്റഡുകളായി. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഇംപില്ലർ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് ഒരു കീ ഉണ്ട് ഇതിനകത്ത്. ഇംപില്ലർ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഇതിനകത്ത് ഇതൊരു ചെറിയ കീ. അപ്പോൾ ഈ കീ ആദ്യം പൊസിഷനിൽ വയ്ക്കുക. സൈഡ് മാറാണ്ട് പതുക്കൊന്ന് തട്ടിക്കൊടുക്കുക. ആ കീ അവിടെ ഇരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇംപില്ലർ അതിൽ കയറ്റാം. അപ്പോൾ കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കാം. വെള്ളത്തിനകത്ത് കിടന്ന് ഇതായതുകൊണ്ട് കറക്റ്റാണ്. അധികം ഓവർ ടൈറ്റ് ഒന്നുമില്ല. ചെറുതായിട്ട് ചുറ്റിയുണ്ട് മരക്കട്ട ചെയ്യാം. ചുറ്റി വെച്ച് ചെറുതായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിൻ്റെ ഹോൾസ് നേരത്തെ പറഞ്ഞത് ഓർമ്മ വേണം. ഇത് ടൈറ്റ് ഇത് നിൽക്കുമ്പോൾ കറക്റ്റ് ഈ പാക്കിംഗ് ഡ്രോപ്പ് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വെച്ചിട്ട് വേണം ഈ ഹോൾസ് ടൈറ്റ് ചെയ്യാം. അത് മാറിപ്പോയാൽ നമുക്ക് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഹോള് കറക്റ്റ് ആക്കണം. ഈ സൈഡിലേക്കാണ് വരുന്നത്. ഹോള് മാറിപ്പോയാൽ പിന്നെ നമ്മൾ പിന്നീട് ടോപ്പ് മാറ്റി ഫിറ്റ് ചെയ്യേണ്ടെന്ന് വരുമ്പോൾ എന്നാലാണ് ഈ ബോൾട്ട് കറക്റ്റ് നേർക്കായിരിക്കും. ഇപ്പോൾ ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇംപെല്ലറിന് ടൈറ്റ് ചെയ്യണം. ഇംപെല്ലറിന് എപ്പോഴും ബ്രാസിൻ്റെ സ്പെഷ്യൽ നെറ്റാണ് അതിന് ഉപയോഗിക്കുന്നത്. ഇത് വെള്ളത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനകത്തോടെയാണ് വെള്ളം കയറി കറങ്ങുമ്പോൾ ഇതിനകത്തോടെ നിന്ന് കറങ്ങുമ്പോൾ ഈ വെള്ളം ചുഴറ്റി മുകളിൽ കയറിയാണ് പമ്പിൽ ചെയ്യുന്നത്. ഇതിൻ്റെ റൊട്ടേഷൻ ഇവിടെ മാർക്കിംഗ് ഉണ്ട്. ഇതിങ്ങനെ കറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെയാണ് വെള്ളം അകത്തേക്ക് വലിക്കുന്നത്. ഈ വലിക്കുന്ന വെള്ളത്തിനെ ചുഴറ്റി എറിയാണ് കഴുകി. അപ്പോൾ അത് ഇതിനകത്തോടെ പുറത്തേക്ക് തെറിക്കുകയാണ്. വാഷിംഗ് മെഷീനിലൊക്കെ വെള്ളം ഡ്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ തുണിയിലത്തെ വെള്ളം നമ്മൾ ചുഴറ്റി എറിയുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്ന പോലെ തെറിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ വാക്വം വരുമ്പോൾ ആ വാക്വത്തിലേക്ക് വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നാണ്, ഈ മോഡൽ പമ്പുകളെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നാണ് പറയുക. അതിനകത്ത് ഇങ്ങനെ ഇംപെല്ലറൊക്കെ ഇറങ്ങിയിട്ടാണ് വെള്ളം. അപ്പോൾ ഇതിനകത്തൊരു സ്റ്റീലിൻ്റെ ഒരു വാഷറും ഉണ്ട്. ഈ വാഷറും ഈ നെട്ടും കൂടെ ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 21-ൻ്റെ നെറ്റാണ്. നമുക്ക് റിംഗ് സ്പാനർ ഇട്ട് ടൈറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ റഞ്ച് ഉപയോഗിച്ച് നമ്മളിതിന് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ആവശ്യം. നമ്മളിപ്പോൾ ഇംപെല്ലറെല്ലാം ഫിറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഇടാണ് വേണ്ടത്. ഈ കവറും കൂടെ ഇട്ടാൽ നമ്മുടെ വർക്ക് കഴിയും. അപ്പോൾ ഇതിൽ വെള്ളം ലീക്ക് വരാതിരിക്കാൻ ഇവിടെ ഒരു ഗാസ്കറ്റ് ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ഗാസ്കറ്റിന് പകരം നമ്മളൊരു അനബൺ 666 എന്ന് പറയുന്ന ഇത് ഗാസ്കറ്റ് മേക്കറാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ സീറ്റിംഗ് വരുന്ന സ്ഥലത്ത് നമ്മളിത് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്താൽ അവിടെ ഒരു ഗാസ്കറ്റിൻ്റെ ഫലം ചെയ്യുന്നത് ലീക്ക് വരാതിരിക്കുക, വാട്ടർ ലീക്ക് അല്ലാതെ ഇരുന്ന് വെള്ളം ലീക്കാവും സൈഡിൽ. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു വൈറ്റ്
പേസ്റ്റാണിത്. പേസ്റ്റ് കുറച്ചെടുത്ത് നമ്മൾ ഇതുകൊണ്ട് തന്നെ ഈ ട്യൂബ് കൊണ്ട് തന്നെ അമർത്തി കൊടുത്താൽ മതി. എപ്പോഴും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങുന്നല്ലോ. ഒരുപാട് വലുത് വാങ്ങിയ സ്റ്റോക്ക് വെച്ചാൽ അത് മിക്കവാറും ഉണങ്ങിപ്പോകും, ഡ്രൈ ആയിപ്പോകും. പിന്നത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് വേസ്റ്റായി പോകാനാണ് സാധ്യത. പിന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ അത് സീറ്റിംഗ് ആവും. അത് ആ ഗ്യാപ്പിൽ ഫില്ലായി ലീക്കില്ലാതെ പിടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ പേപ്പറൊക്കെ വെട്ടി ഗ്യാസ്കറ്റ് പോലെ തയ്യാറാക്കിയിടുന്നതിന് പകരം അതിനാവശ്യത്തിന് സ്പേസ് ഉണ്ടെങ്കിൽ ഇതാണ് നല്ലത്. പേപ്പറാകുമ്പോൾ കുറച്ച് സ്പേസ് കൂടുതൽ ഗ്യാപ്പ് വരും, ഇതാകുമ്പോൾ ആ ഗ്യാപ്പ് വരില്ല. കറക്റ്റ് സീറ്റിംഗ് ആണെങ്കിൽ അത് ഈ സൈഡും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരുടെയും ഒരുപോലെ തേച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് ഇതിൽ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ഫിറ്റ് ചെയ്യണതിന് മുമ്പ് ഇതൊക്കെ കറക്റ്റ് തന്നെയല്ല ഇരിക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇത് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ചെറിയ ടൈറ്റ് ഉണ്ട്, ഒന്ന് പതുക്കെ ഒന്ന് തട്ടിയിട്ട് വേണം അത് കയറ്റി വിടാം. ഇതിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ പമ്പ് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ അവിടെ സൈഡിൽ തട്ടുന്നതാണ്. പമ്പ് കറങ്ങാൻ വിഷമമൊന്നുമില്ല, ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെട്ടുകൾ, ഇതിൽ 8 ബോൾട്ടാണ് സ്റ്റഡ് നമ്മൾ ഇട്ടത്. ആ നെട്ടെല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലെല്ലാം നെട്ടുകളും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരുവിധം നല്ലപോലെ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അതും ടൈറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ടൈറ്റ് വയ്ക്കേണ്ടത്. അടുപ്പിച്ച് ഒരേ സൈഡ് തന്നെ ഫുള്ള് ടൈറ്റ് ചെയ്ത് ക്രോസ് വരും ചിലപ്പോൾ. അപ്പോൾ അതിൽ ലീക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാം ഈ അളവിനുള്ള ടൈറ്റ് ആവശ്യമുള്ളൂ. ഇനി ഇതൊന്ന് കറക്റ്റ് നോക്കുക, നമ്മൾ കൈ കൊണ്ട് ഫ്രീ ആയിട്ട് കറങ്ങണ്ട. അത് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം വീണ്ടും അടിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഫിറ്റിങ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ബാക്ക് കവർ, ഈ ഫാനിൻ്റെ കവറാണിത്. ഫാനിൻ്റെ ബാക്ക് കവറും ഫിറ്റ് ചെയ്താൽ ഇതിൻ്റെ കഴിഞ്ഞു. പിന്നെ നമ്മൾ സക്ഷൻ പൈപ്പും ഡെലിവറി, ഈ 2 പൈപ്പ് മാത്രം ഫിറ്റ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഇനി കുറച്ച് ഭാഗം പെയിൻ്റ് അടിക്കാൻ ഇന്നലെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അടിച്ചിട്ട് കവർ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഫാനിൻ്റെ കവർ ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിപ്പോൾ അടിക്കാനും നല്ലത്. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ട് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കത് കവർ ഇട്ടാൽ പിന്നെ നമുക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ പെയിൻറ്റ് നമുക്ക് അടിച്ച് ബ്രഷുകളൊക്കെ നമുക്ക് സൂക്ഷിക്കണത് വെള്ളത്തിൽ ഇട്ട് വെക്കേ വേണ്ടത്. നമുക്ക് മണ്ണെണ്ണയിൽ ഓരോ പ്രാവശ്യം പല പ്രാവശ്യം ഇപ്പം അടിക്കണം. 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാൽ ഈ വെള്ളം ഉണങ്ങാതെ ഇരുന്നാൽ മതി. പെയിൻറ്റ് ബ്രഷിൽ ഈ പാത്രത്തിൽ വയ്ക്കുന്ന വെള്ളം, അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച ആ വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരിക്കലും 1 വർഷം കഴിഞ്ഞെടുത്താലും ആ വെള്ളം വറ്റി പോകുന്നില്ലെങ്കിൽ ആ ബ്രഷ് നമുക്ക് വീണ്ടും ഉപയോഗിച്ച് അതേ പെയിൻറ്റ് തന്നെ ഉപയോഗിക്കണമെങ്കിൽ കഴുകേണ്ട ആവശ്യം, മണ്ണെണ്ണയോ പെട്രോൾ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ടർപ്പൻ്റെയിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ടിന്നിൽ അത് നല്ലപോലെ നല്ലപോലെ ഒന്ന് കുലുക്കി വെച്ചാൽ പിന്നെ ഈ ഗ്യാപ്പിൽ സീലിംഗ് ആവും. അപ്പോൾ പിന്നെ അത് ഉണങ്ങിപ്പോവില്ല. നമ്മളത് പരമാവധി എടുത്തു വയ്ക്കുന്ന ടിന്നിൽ തന്നെ എടുത്ത് അടിക്കാതിരിക്കുക, പകർത്തി എടുത്ത് അടിക്കുക. അപ്പോൾ ഇതിൻ്റെ അരികിൽ പെയിൻറ്റ് ഇരുന്ന് ഉണങ്ങിയ എയർ ലീക്ക് വരും. അങ്ങനെ എയർ ലീക്ക് വരുമ്പോഴാണ് ഇത് പെയിൻറ്റ് ഉണങ്ങിപ്പോകുന്നത്. നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ കട്ട പിടിച്ച് പോകാൻ കാരണം അതാണ്. അപ്പോൾ പരമാവധി അത് മാറ്റി പകർത്തി എടുത്തടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ തുടച്ച് അരികിൽ പെയിൻറ്റ് ഇല്ലാണ്ട് അരികെ ക്ലീൻ ആക്കി വെച്ച് അടച്ചു കഴിഞ്ഞാൽ നല്ലപോലെ തല കീഴായി നല്ലപോലെ കുലുക്കുക. അപ്പോൾ എയർ ടൈറ്റ് ആ ഗ്യാപ്പൊക്കെ പെയിൻറ്റ് ഫില്ലാവും. അപ്പോൾ പിന്നെ ഒരിക്കലും കട്ട പിടിക്കില്ല. നമുക്ക് എത്ര കാലം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലും അത് നമുക്ക് വീണ്ടും അത് തന്നെ ഉപയോഗിക്കാം. അതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. അടിച്ച ബ്രഷ് ഒന്നും ചെയ്യണ്ട, അടിച്ചിട്ട് അങ്ങനെ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ആ വെള്ളം ഉണങ്ങിപ്പോവാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 വർഷം എത്ര കാലം വേണമെങ്കിലും നമുക്ക് ആ വെള്ളത്തിനകത്ത് എത്ര കാലം വേണമെങ്കിലും ഉണങ്ങാതെ ഇരുന്നോളും. നമുക്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ഈ ബ്രഷ് എടുക്കുമ്പോൾ തന്നെ ഒന്ന് വെള്ളം കുടഞ്ഞ് കളയുക, എന്നിട്ട് എടുത്ത് നമുക്ക് ഫുള്ളായിട്ട് അടിക്കാം. അപ്പോൾ ഈ ആവശ്യത്തിന് കട്ടി ടർപ്പിൻ്റെയും പാകത്തിനാണോ നോക്കുക, എടുത്തടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ പൈപ്പുകളും ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അസംബിൾ ചെയ്ത് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
പതുക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. ഇനി അതിൻ്റെ സക്ഷൻ പൈപ്പ് നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് വേണം. കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ജോയിൻ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ. ഇത് എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഫ്രീ ആയിട്ട് ഓടുന്നുണ്ട്, സൗണ്ടൊന്നുമില്ല. മുമ്പ് ഭയങ്കര സൗണ്ടായിരുന്നു ഇത് ഓടുമ്പോൾ ബെയറിങ്ങിൻ്റെ. അപ്പോൾ നമുക്കിനി സക്ഷൻ പൈപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഓടിക്കാം. നമ്മളിത് ഹോൾസ് ചൂടാക്കി ഇതിനകത്ത് പൈപ്പ് കയറ്റാനുള്ളത്. അപ്പോൾ 2 പൈപ്പും ചൂടാവണം. ഹോൾസ് മാത്രം ചൂടായി പോരാ, ഇരുമ്പ് പൈപ്പും കുറച്ച് ചൂടായാലേ മതിയാവും. ഇപ്പോൾ ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. ഇങ്ങനെ കയറുമ്പോൾ ഫുള്ളായിട്ട് കയറണം. അതിന് നമ്മൾ 2 പൈപ്പും കൂടെ ചൂടാക്കിയാൽ ഇങ്ങനെ ഫുള്ളായിട്ട് കയറുള്ളൂ. അല്ലെങ്കിൽ ഈ പൈപ്പ് തണുത്തിരിക്കുകയാണെങ്കിൽ അകത്ത് വരുമ്പോഴേക്കും അത് ചൂടാറി പിന്നെ അവിടെ സ്റ്റക്കായി നിൽക്കും. ഇത് ഈ ലെവലിൽ തന്നെ വെച്ച് ടൈറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഓസ് ഫുള്ളായി കയറി. ഇനി നമുക്ക് ഈ ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്യണം. 2 ക്ലാമ്പ് ഇടുന്നുണ്ട്, ഒരെണ്ണം മാത്രം ഇട്ടാൽ ചിലപ്പോൾ മതിയാവില്ല. അപ്പോൾ നമുക്ക് ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്യാം. രണ്ട് ക്ലാമ്പും നല്ലപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു വാൽവൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് തുറന്ന് നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. ആവശ്യം കഴിഞ്ഞാൽ അടച്ചു വെക്കാം. ഇത് മറ്റേ ബോർവെല്ലിന്റെ മോട്ടർ ഓടിച്ച് അതിൽ കുറച്ച് വെള്ളം കെട്ടി വെട്ടിയിരിക്കുകയാണ് ഫില്ല് ഒഴിക്കാൻ വേണ്ടി. നമുക്കത് ഒഴിച്ച് നമ്മുടെ അതിൽ പമ്പിലൊക്കെ വെള്ളം ഫില്ല് ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഫുള്ളായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മോട്ടർ ഓൺ ആക്കാം. മോട്ടറിന്റെ സൗണ്ട് ഒക്കെ കുറഞ്ഞു. മറ്റേ ഭയങ്കരമായ ശബ്ദമായിരുന്നു. അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം പുറത്ത് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ഇന്നലെ തുടങ്ങിയ വർക്കായിരുന്നു. ഇന്നലെ നമ്മൾ അഴിച്ച് മാറ്റി കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു. ഇന്നിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം ബെയറിംഗ് ഒക്കെ വാങ്ങി ഫിറ്റ് ചെയ്തു. ഇപ്പോൾ വെള്ളമൊക്കെ അഴിച്ച് ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ സൗണ്ടൊന്നും ഇല്ല. ഇപ്പോൾ അവിടെ മോട്ടർ ഓടുന്നുണ്ടെങ്കിലും ഇവിടെ യാതൊരു സൗണ്ടും ഇല്ല. തൊട്ട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും നോയ്സ് ഒന്നും ഇല്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ ഓടുന്നുണ്ട്. അപ്പോൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.